അപ്പോൾ ഇന്ന് പ്രസ് സ്റ്റോപ്പുമായി നമുക്കൊപ്പം ചേരുന്നത് ശ്രീജിത്ത് ബാലകൃഷ്ണനാണ്. ഗുഡ് മോർണിംഗ് ശ്രീജിത്ത് ബാലകൃഷ്ണൻ. ഇരുണ്ട കാലത്തിന് 50 ആണ്ട് പിന്നിട്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് പത്രവാർത്തകൾ? തീർച്ചയായും ബിനിൽ, ഇന്ത്യൻ ജനാധിപത്യത്തിന് മേൽ വീണ കരിനിഴലാണ് അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനത്തിന് 50 ആണ്ട്. എല്ലാ പത്രങ്ങളും, മാതൃഭൂമി, മനോരമ, ദേശാഭിമാനി, ദീപിക അടക്കം എല്ലാ പത്രങ്ങളും ഈ ആവർത്തിക്കാത്ത ജനാധിപത്യ ധ്വംസനം എന്ന പേരിൽ തന്നെ മുഖപ്രസംഗവും എഡിറ്റോറിയൽ പേജ് നിറയെ ഓർമ്മകളും ഒക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ 12 ദിവസത്തെ സംഘർഷത്തിനൊടുവിൽ പശ്ചിമേഷ്യ ശാന്തമായിരിക്കുന്നു. അതാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്ത. അടിയന്തരാവസ്ഥയിലേക്ക് പോകുക തന്നെ വേണം, കാരണം പോകാതെ നിർവാഹമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ, അതാണ് ഇപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതിലേറ്റവും പ്രധാനം, യുദ്ധം അവസാനിച്ചെന്ന് ഇറാൻ പറയുമ്പോൾ ഇറാനും ഇസ്രായേലും വെടിനിർത്തലിന് സമ്മതിച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിക്കുന്നത്. ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്ന നിലയ്ക്ക് ശരിക്കും അവരായിരുന്നു അത് കൈകാര്യം ചെയ്യേണ്ടത്, പക്ഷേ കൈകാര്യം ചെയ്തത് ട്രംപാണ് എന്ന നിലയ്ക്ക് തന്നെയാണ് നമ്മുടെ മാധ്യമങ്ങളും ആ വാർത്തയെ കൈകാര്യം ചെയ്യുന്നത്. ആദ്യം ഞാൻ സാധാരണഗതിയിൽ പ്രസ് സ്റ്റോപ്പിൽ നമ്മൾ ഇത്തരം വലിയ വാർത്തകൾ എല്ലാ പത്രങ്ങളുടെയും തലവാചകങ്ങൾ വേഗം വായിച്ചു പോകാറുണ്ട്. അതിലേക്ക് തന്നെ പോകാം. ചന്ദ്രിക ഒന്നാം പേജിൽ നൽകിയിട്ടുള്ളത് സമാധാന വഴിയിൽ എന്നുള്ളതാണ്. വലിയ ആഗ്രഹമാണ് സാധാരണഗതിയിൽ ആളുകളെ സംബന്ധിച്ച്, കാരണം സമാധാനം വരേണ്ടത് തന്നെയാണ്. അത് ആ ആഗ്രഹം തന്നെയാണ് ചന്ദ്രിക ഒന്നാം പേജിൽ വാർത്തയായി നൽകിയിട്ടുള്ളത്. വെടിനിർത്തൽ എന്നാണ് ദേശാഭിമാനി. തീമഴയെന്നും തീവാനമെന്നൊക്കെ ദേശാഭിമാനി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്താ തലക്കെട്ടുകൾ തലവാചകങ്ങൾ നൽകിയിട്ടുള്ളൂ. ആ തീവാനത്തിനും തീമഴയ്ക്കുമൊക്കെ അറുതി ഉണ്ടായിരിക്കുന്നു. വെടിനിർത്തൽ എന്നാണ്. സുപ്രഭാതവും വെടിനിർത്തലാണ്. സുപ്രഭാതം ആഗ്രഹിച്ചിരുന്നതും വെടിനിർത്തലാണ്. അതുകൊണ്ട് തന്നെ ജനയുഗവും വെടിനിർത്തൽ, അതായത് ജനയുഗവും സുപ്രഭാതവും ദേശാഭിമാനിയും ഒരേ ലൈനിൽ ആ വാർത്തയെ പിടിച്ചിരിക്കുന്നു എന്ന് വേണം കാണാൻ. നാടകാന്തം സമാധാനം. കേരളകൗമുദിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സമാധാനത്തെക്കുറിച്ച് കൂടുതൽ ഒന്നാം പേജിൽ വാർത്ത നൽകിക്കൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നാടകാന്തം സമാധാനം എന്നുള്ളതാണ്. ഈ നാടകാന്തത്തിൽ അവർ തന്നെ പറഞ്ഞിരുന്ന ട്രംപിൻ്റെ ഇടപെടൽ കൂടി അതിൽ വരുന്നുണ്ട് എന്ന് വേണം കാണാൻ. സിറാജ് പറയുന്ന ഒടുവിൽ സമാധാനം, അങ്ങനെ ഒരു ആശ്വാസം എന്നുള്ളതാണ് സിറാജിൻ്റെത്. നിർത്തിയിട്ടും വെടി എന്നാണ് വീക്ഷണം. അത് വാർത്തയിലേക്ക് പോയാൽ നിർത്തിയിട്ടും വെടി എന്ന് പറഞ്ഞാൽ ഇന്നലെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു, അല്ലെങ്കിൽ അത് ആ വാർത്ത വരുന്നു. അതിനുശേഷം വളരെ പെട്ടെന്നാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ വീണ്ടും കരാർ ലംഘിച്ചു എന്ന് വാർത്ത വരുന്നത്. അതിലേക്കാണ് വീക്ഷണം വിരൽ ചൂണ്ടുന്നത്. സമാധാനത്തിൻ്റെ വഴി എന്നാണ് മാധ്യമം. സിറാജും മാധ്യമവും ഒക്കെ ഒരേ വഴിയിൽ തന്നെയാണ് വാർത്ത നൽകിയിട്ടുള്ളത്. സമാധാനത്തിൻ്റെ വഴിയിലാണ്. ട്രംപ് വെടിനിർത്തി, ഇറാനും ഇസ്രായേലും പോര് തുടരുന്നു എന്നാണ് ജന്മഭൂമി പറയുന്നത്. ജന്മഭൂമിയെ സംബന്ധിച്ച് അത് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ എന്നാണ് കാണാൻ കഴിയുന്നത്. പ്രഖ്യാപനം, താക്കീത്, പിന്നെ ആശംസ. വെടിനിർത്തിച്ച് ട്രംപ്. മംഗളവും ദീപികയും ഏതാണ്ട് ഒരേ ലൈനിൽ തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി. യുദ്ധം തുടങ്ങിയ ആദ്യത്തെ 5 ദിവസത്തിന് ശേഷം അങ്ങനെ തന്നെയാണ് പിടിച്ചിട്ടുള്ളത്. സമാധാനം അരികെയെന്നും ഇസ്രായേലും ഇറാനും വെടിനിർത്തലിന് ധാരണയായെന്നും ദീപിക പറയുന്നു. ഇനി മാതൃഭൂമിയിലേക്കും മനോരമയിലേക്കും വേഗം പോകാം, കാരണം കുറച്ചും കൂടി വളരെ വിശദമായും രണ്ട് പത്രങ്ങളും ആ വാർത്തയെ കൈകാര്യം ചെയ്യുന്നുണ്ട്. മനോരമ തൽക്കാലം സമാധാനം എന്നാണ് പറയുന്നത്. തൽക്കാലമാണ് സമാധാനം. ട്രംപിൻ്റെ ഇടപെടൽ അത് നിർണായകമാണ്. വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ട്രംപ്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ട്രംപാണ്. അത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഗൾഫിലേക്കുള്ള വിമാനയാത്രാ സർവീസുകൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്നൊക്കെ പോകാനിരുന്നവരും വരാനിരുന്നവരും ആളുകളെയൊക്കെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ വാർത്തയും മനോരമ ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. ഗൾഫ് വിമാന സർവീസ് പൂർവ്വസ്ഥിതിയിലേക്ക്. ഇന്നലെ അർദ്ധരാത്രി മുതൽ എയർ ഇന്ത്യയും സർവീസ് പുനരാരംഭിച്ചു. ഇന്നലെ പകൽ മുഴുവൻ അനിശ്ചിതത്തിലായിരുന്നു അക്കാര്യങ്ങൾ. അതുകൊണ്ട് അത് പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. മനോരമ അക്കാര്യം ഒന്നാം പേജിൽ നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു പോകാം. ഒരു ധാരണ ഉണ്ടാക്കിയതിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ ഇറങ്ങി ബോംബിടൽ തുടങ്ങി. ഇത്രമാത്രം കനത്ത ബോംബിംഗ് ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. എനിക്ക് ഇസ്രായേലിനെ അടക്കി നിർത്തേണ്ടി വന്നു. വളരെ കാലമായി രൂക്ഷമായി പോരടിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ് നമ്മുടെ മുന്നിൽ. അവരെന്തൊക്കെയാണ് ചെയ്തു കൂട്ടുകയെന്ന് അറിഞ്ഞുകൂടാ. ഇത് ഇദ്ദേഹത്തിൻ്റെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷമുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. എന്തായാലും ട്രംപ് എന്താണ് ചെയ്യുന്നത് ആർക്കും അറിയില്ല. അത് നമുക്കറിയാവുന്നതാണ്. ഭ്രാന്തൻ തീരുമാനങ്ങൾക്ക് പേരുകെട്ട ആളാണ്. പക്ഷേ ഇറാനെയും ഇസ്രായേലിനെയും പിടിച്ചു നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്ന് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നുണ്ട്. ഇനി അടുത്ത നോബൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിനുള്ള ശ്രമമായിരിക്കും. എന്തായാലും പ്രഖ്യാപനത്തിന് ശേഷം ആക്രമണം ഉണ്ടായിട്ടുണ്ട്. 13 മരണം ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലിനെ ട്രംപ് വിമർശിക്കുന്നു. അത് വലിയൊരു വാർത്തയാണ്. അതും മനോരമ ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. ഇസ്രായേലിനെ ട്രംപ് വിമർശിക്കുന്നു എന്നുള്ളത് ഏതാണ്ട് അദ്ദേഹം പറഞ്ഞിട്ടും ഇസ്രായേൽ കേൾക്കുന്നില്ല എന്നുള്ളത് ട്രംപിന് ചിലപ്പോൾ പല രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ഈഗോ ഹർട്ട് ചെയ്തേക്കാം. അത് മനോരമ ഒന്നാം പേജിൽ നൽകുന്നു. ട്രംപ് പറഞ്ഞു വെടിനിർത്തി എന്നാണ് മാതൃഭൂമി ഒന്നാം പേജിൽ വാർത്ത നൽകിയിട്ടുള്ളത്. ഇസ്രായേലിനും ഇറാനും ട്രംപിൻ്റെ ശകാരവും ചീത്തവിളിയും. അതൊരു എന്താണ് അങ്ങനെ, അതൊരു വലിയ വാർത്തയാണ്. ആ വാർത്തയെ നമ്മൾ മാതൃഭൂമി നന്നായി തന്നെ ആ വാക്ക് വളരെ വ്യക്തമാണ്. ശകാരവും ചീത്തവിളിയും. ട്രംപിൻ്റെ ശകാരവും ചീത്തവിളിയും. അടിച്ചേൽപ്പിച്ച യുദ്ധം അവസാനിച്ചെന്ന് ഇറാൻ. അതൊരു ഇറാൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം ഇറാൻ അത് ഉൾക്കൊള്ളുകയായിരുന്നു ആ യുദ്ധത്തെ. തിരിച്ചടിക്കുകയും ചെയ്തു. നമുക്കറിയാം, ഇസ്രായേലിൻ്റെ എല്ലാ വ്യോമ പ്രതിരോധ സംവിധാനത്തെയും തകർക്കാൻ ഒരു പരിധിവരെയെങ്കിലും, അല്ലെങ്കിൽ ഇസ്രായേലിനെ ഒന്ന് ഭീഷണിപ്പെടുത്താനും പേടിപ്പിക്കാനെങ്കിലും ഇറാന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇസ്രായേൽ വീണ്ടും അവിടേക്ക് യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് ശ്രമിക്കുമ്പോൾ ട്രംപ് വീണ്ടും ഇടപെടുന്നു എന്നാണ് മാതൃഭൂമി പറയുന്നത്. സൗഹാർദ്ദ വിമാന ടാറ്റ. ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ പോകുന്നില്ല. ഇറാന് ഒരു സൗഹാർദ്ദ വിമാന ടാറ്റ കൊടുത്ത്
എല്ലാ വിമാനങ്ങളും ഇസ്രായേലിലേക്ക് തിരിച്ചു വരും, ആർക്കും ദ്രോഹമുണ്ടാകില്ല എന്ന്. ഇത് വീണ്ടും ട്രംപിന് തന്നെ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇന്നലെ ട്രംപ് 1-2 തവണ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതിലേക്ക് വളരെ വിശദമായി മാതൃഭൂമിയും മനോരമയും പോകുന്നു. ഈ വെടിനിർത്തലിനെ ഇന്ത്യ സ്വാഗതം ചെയ്തു എന്നുള്ളതും കൂടി മാതൃഭൂമി 1-ാം പേജിൽ നൽകുന്നുണ്ട്. അങ്ങനെ മാതൃഭൂമി മനോരമയും വളരെ സമഗ്രമായി ഉൾപേജിലേക്ക് പോയാൽ ഉൾപേജിൽ എങ്ങനെയാണ് ഈ യുദ്ധം അവസാനിച്ചത്, ഈ യുദ്ധം അവസാനിച്ചിട്ടുണ്ടോ, ഇതിൻ്റെ കാര്യകാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ വിശദമായി പറയുന്നുണ്ട് മാതൃഭൂമി മനോരമയും. എന്തായാലും വളരെ വിശദമായി എല്ലാ പത്രങ്ങളിലേക്കും പോകാനുള്ള നമ്മുടെ സമയപരിധി കൊണ്ട് മാറി വരുന്നു. ഇനിയുള്ളത് അടിയന്തരാവസ്ഥയാണ്. അടിയന്തരാവസ്ഥ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ പത്രങ്ങളും 1-ാം പേജിൽ വളരെ വലുതായി വലിയ വാർത്തകളായി തന്നെ നൽകുന്നുണ്ട്. മാതൃഭൂമിയിലേക്ക് തന്നെ ആദ്യം പോകാം. ജനാധിപത്യത്തിന് മേൽ വീണ കരിനിഴൽ എന്നുകൊണ്ടാണ് മാതൃഭൂമി അന്ന് പ്രസിദ്ധീകരിച്ച അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു, ഇന്ദിര തോറ്റു എന്നൊക്കെയുള്ള പത്രക്കട്ടിങ്ങുകൾ 1-ാം പേജിൽ വളരെ വലുതായി നൽകിയിട്ടുണ്ട്. സത്യം, സമത്വം, സ്വാതന്ത്ര്യം എന്നുള്ളതും അവരുടെ ഐഡൻറ്റിറ്റി ലോഗോ എന്ന രൂപത്തിൽ മാതൃഭൂമി അതിനെ പറയുന്നുണ്ട്. സത്യവും സമത്വവും സ്വാതന്ത്ര്യവും മാതൃഭൂമി എങ്ങനെയാണ് അടിയന്തരാവസ്ഥയുടെ കാലത്ത് മാതൃഭൂമി കൊണ്ടു നടന്നതെന്നും പറയുന്നുണ്ട്. ആ ഫോണ്ട് സൈസും ഒരുപക്ഷെ ആ കാലത്തെ മാതൃഭൂമി ഉപയോഗിച്ച ഫോണ്ട് സൈസാണ് അത് വീണ്ടും മാതൃഭൂമി ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും 1975 ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് ഇന്നേക്ക് 50 വർഷം ആകുന്നു എന്ന് മാതൃഭൂമി ആവർത്തിച്ച് പറയുകയാണ്. ഉൾപേജിലേക്ക് പോയാൽ ചില കാര്യങ്ങൾ എഡിറ്റോറിയൽ പേജിൽ പറഞ്ഞു തന്നെ പോകേണ്ടതുണ്ട്. ഇരുളിൻ്റെ ഓർമ്മ എന്ന മുഖപ്രസംഗം മാതൃഭൂമി എഴുതി കഴിഞ്ഞു. അടിയന്തരാവസ്ഥ അന്നും ഇന്നും എന്ന് പറയുന്നത് CPM-ൻ്റെ മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് മാതൃഭൂമി പ്രതിനിധിക്ക് നൽകിയ അഭിമുഖത്തിൽ നിന്നാണ്. അത് അടിയന്തരാവസ്ഥ അന്നും ഇന്നും. അതിൽ പ്രകാശ് കാരാട്ടും അടക്കമുള്ള ആളുകൾ, സോഷ്യലിസ്റ്റ് നേതാവ് ജോൺ ഫെർണാണ്ടസിൻ്റെ പടമുണ്ട്. അതുമാത്രമല്ല കണ്ണീർ കയം, നമുക്കറിയാം കക്കയം ക്യാമ്പിനെക്കുറിച്ചും രാജനെക്കുറിച്ചും അറിയാത്ത മലയാളി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അടിയന്തരാവസ്ഥയുടെ ആദ്യത്തെ ഓർമ്മയായി രാജൻ്റെ പേര് തന്നെയാണ് വരുന്നത്. രാജനെക്കുറിച്ചുള്ള ഓർമ്മകൾ കണ്ണീർ കയം എന്നാണ്. അതൊരു പക്ഷേ കക്കയം ക്യാമ്പ് ആയതുകൊണ്ടായിരിക്കാം കണ്ണീർ കയം എന്ന് പറയുന്നത്. അടിയന്തരാവസ്ഥയുടെ പ്രതീകമാണ് കക്കയം പോലീസ് ക്യാമ്പിൽ ക്രൂരമർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട പി രാജൻ. അദ്ദേഹത്തെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട്. പിണറായിയുടെ ചോര, അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും നിയമസഭയിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് അടിയന്തരാവസ്ഥയിൽ മർദ്ദനമേറ്റ ശേഷം ചോര പുരണ്ട ഷർട്ടുമായി നിയമസഭയിൽ വന്ന് നടത്തിയ പ്രസംഗത്തെക്കുറിച്ചൊക്കെ ആളുകൾ പറഞ്ഞ് നമുക്ക് വലിയ അനുഭവവും ഓർമ്മയും ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് അന്നത്തെ സോഷ്യലിസ്റ്റ് പോരാളിയും നേതാവുമായിരുന്ന എബ്രഹാം മാനുവൽ പറയുന്നത് പിണറായിയുടെ ചോരയെക്കുറിച്ചാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 2 മാസം പിന്നീട് മുമ്പ് ഒരു അർദ്ധരാത്രി കണ്ണൂർ സെൻട്രൽ ജയിലിലെ 8-ാം നമ്പർ ബ്ലോക്ക് മുറിയിൽ ഉറക്കമില്ലാതെ കിടക്കുകയായിരുന്നു ഞങ്ങൾ. അപ്പോൾ കൂത്തുപറമ്പ് MLA ആയിരുന്ന പിണറായി വിജയനെ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് അദ്ദേഹം ഓർമ്മ പറയുന്നുണ്ട്. കരിദിനത്തിൻ്റെ ഓർമ്മ എന്ന് പറയുന്നുണ്ട്. MP വീരേന്ദ്രകുമാറിനെക്കുറിച്ച് ഓർമ്മ പറയുന്നുണ്ട്. എന്തായാലും വളരെ വിശദമായി തന്നെ മാതൃഭൂമി അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം, രാഷ്ട്രീയ പാഠമായി അടിയന്തരാവസ്ഥ, അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്നും ഇന്ദിരാഗാന്ധിയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ അടിയന്തരാവസ്ഥയുടെ രാഷ്ട്രീയ പശ്ചാത്തലം നമുക്കറിയാം. അടിയന്തരാവസ്ഥയിലേക്ക് ഭരണഘടനാ ഭേദഗതികൾ, അടിയന്തരാവസ്ഥ 3 തവണ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് എന്ന് കൂടി മാതൃഭൂമി പറഞ്ഞു വെക്കുന്നുണ്ട്. മനോരമ 10-ാം പേജിൽ കുറച്ചും കൂടി വളരെ വിശദമായി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വേഗം ഒന്ന് പോയി വരാം. എഡിറ്റോറിയൽ ആവർത്തിക്കരുതാത്ത ജനാധിപത്യ ധ്വംസനം എന്നാണ് അടിയന്തരാവസ്ഥയുടെ 50 വർഷങ്ങൾ രാജ്യത്തെ ഓർമ്മപ്പെടുത്തുന്നത്. ഞാൻ വളരെ വിശദമായി അടിയന്തരാവസ്ഥയുടെ എഡിറ്റോറിയൽ മനോരമ എഴുതി വായിക്കുന്നില്ല. എന്തായാലും ആ അരക്ഷിതാവസ്ഥ എന്ന തലവാചകം വളരെ ശ്രദ്ധേയമാണ്. അന്നത്തെ അരക്ഷിതാവസ്ഥ എന്താണെന്നുള്ളത് അന്നത്തെ ആളുകൾ പറഞ്ഞ് നമ്മുടെ ഓർമ്മയിലുണ്ട്. അത് വളരെ വിശദമായി പറയുന്നുണ്ട്. MA ബേബിയെക്കുറിച്ച് ജയിലിലെ പഠന ക്ലാസും പോലീസ് കാവലിലെ ആശുപത്രിവാസവും, K വേണു പാളിപ്പോയ രക്ഷപ്പെടൽ, തീരാവേദനയുടെ നാളുകൾ, K അജിത, അങ്ങനെ ഇവരുടെ എല്ലാം ഓർമ്മകൾ, മുരളി കണ്ണമ്പള്ളി, അഡ്വക്കേറ്റ് തമ്പാൻ തോമസിൻ്റെ ഓർമ്മകളെല്ലാം വളരെ വിശദമായി തന്നെ പത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ദേശാഭിമാനിയെക്കുറിച്ച് വേഗം ഒന്ന് പോയി വരാം. അത് 1-ാം പേജിൽ, കാരണം മറ്റ് പത്രങ്ങളെ വ്യത്യസ്തമായി 1-ാം പേജിൽ മുഴുവനായി അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറഞ്ഞ ഒരു പത്രം, ഇന്ന് പറഞ്ഞ പത്രം ദേശാഭിമാനിയാണ്. പൊരുതാം ഇന്ത്യക്കായി. അന്നത്തെ ദേശാഭിമാനിയുടെ 1-ാം പേജും അതിൽ പറയുന്നുണ്ട്. പോരാട്ടത്തിന് കരുത്തേകുന്ന ഓർമ്മ എന്ന എഡിറ്റോറിയൽ 1-ാം പേജിൽ നൽകുകയാണ് ദേശാഭിമാനി ചെയ്യുന്നത്. ജന്മഭൂമിയിലേക്ക് പോയാൽ ഏതാണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് 50 ആണ്ട്, പോരാട്ടത്തിനും 50 ആണ്ട് എന്നുള്ളത് 1-ാം പേജിൽ ചെറുതായി നൽകിയിട്ടുണ്ട്. ഉൾപേജിൽ 4-ാം പേജിൽ വളരെ വിശദമായി പോരാട്ട വിജയത്തിൻ്റെ ഗാഥ, ഉയർത്തെഴുന്നേൽപ്പ്, അമ്മമാരുടേത് ത്യാഗോജ്വല പോരാട്ടം, പോരാട്ട വീര്യത്തിൻ്റെ ദുർഗഭാവം എന്നെല്ലാം, അത് ദുർഗാഭാവമാണ് എന്നുള്ളതൊക്കെ ജന്മഭൂമി നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയ പത്രങ്ങൾ അങ്ങനെയും അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. എന്തായാലും അടിയന്തരാവസ്ഥയുടെ ഓർമ്മകൾ എല്ലാവരെയും സംബന്ധിച്ച് നടക്കുന്നത് തന്നെയാണ്. പത്രങ്ങൾ ആ രൂപത്തിൽ തന്നെ 50 ആണ്ടാകുമ്പോൾ വലിയ ഓർമ്മകൾ അങ്ങനെ തന്നെ കാണേണ്ടി വരും. മറ്റൊന്ന്, 2 പത്രങ്ങൾ, മാതൃഭൂമിയുടെയും മനോരമയുടെയും 1-ാം പേജിൽ, മറ്റ് പത്രങ്ങൾ ഉൾപ്പേജിൽ ചിത്രം നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ചിത്രത്തിൻ്റെ പ്രാധാന്യം എന്നുള്ളത്, ഞാൻ എന്താ അല്ലേ എന്നൊരു ക്യാപ്ഷൻ, അതായത് എന്താ അല്ലേ എന്നുള്ളത് സാധാരണ സിനിമകളിലൊക്കെ വരുന്ന ഡയലോഗാണ്. എന്താ അല്ലേ, പല തിരുവനന്തപുരം കാസർഗോഡ് വരെ ആ സ്ലാങ്ങിനൊരു വേറെ പല രൂപത്തിൽ അതിന് പറയാൻ കഴിയും, എന്താ അല്ലേ എന്ന രൂപത്തിൽ. പക്ഷേ എന്താ അല്ലേ എന്നുള്ളത് ചോദിക്കുന്നത് 2 പേരാണ്. ഒന്ന് പിണറായി വിജയനും മറ്റൊന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്
വി.ഡി. സതീശനുമാണ്. രണ്ടുപേരും ചേർന്ന് ഇന്നലെ ഒരു പരിപാടിയിൽ ഒന്നിച്ച് പങ്കെടുത്തിരുന്നു. തിരുവനന്തപുരത്ത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകളുടെ മലയാള പരിഭാഷ പുറത്തിറക്കുന്ന ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന നിയമസഭാ മുൻ സാമാജികരുടെ കൂട്ടായ്മ, അതിൽ മുൻ സാമാജികരുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കാനെത്തിയതാണ് രണ്ടുപേരും. ഇന്നലെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ കാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് ഈ ചിത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട്. എന്തായാലേ, കാരണം നിയമസഭാ തോൽവി, നിലമ്പൂരിലെ തോൽവിക്ക് ശേഷം പിണറായി വിജയനും നിലമ്പൂരിലെ വലിയ വിജയത്തിന് ശേഷം വി.ഡി. സതീശനും ഒന്നിച്ച് കാണുന്നു എന്നുള്ളതാണ്. അതേ ചിത്രം തന്നെ, ഏതാണ്ട് കൈമടക്കുന്ന ചിത്രം തന്നെയാണ്. അതേ ചിത്രം തന്നെ മാതൃഭൂമി ഒന്നാം പേജ് നൽകിയിട്ടുണ്ട്. അതിൽ വിജയനും വിജയിയും എന്നുള്ളതാണ് അതിൻ്റെ ക്യാപ്ഷൻ നൽകിയിട്ടുള്ളത്. അവിടെ എന്തായാലും ആണെങ്കിൽ ഇവിടെ വിജയനും വിജയിയുമാണ്. വിജയൻ പിണറായി വിജയനാണ്, നമുക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രി. അപ്പുറത്തെ വിജയ് നമ്മുടെ പ്രതിപക്ഷ നേതാവ്. എന്തായാലും ആ വാർത്തയ്ക്ക് അപ്പുറത്തേക്ക് ആ ചിത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇത്രയും നീട്ടിപ്പരത്തി പറഞ്ഞതെന്ന് വേണം കാണാൻ. കാരണം ആ ചിത്രത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. രണ്ടുപേരും തമ്മിൽ ഒന്നിച്ച് തൊട്ടടുത്ത ദിവസം തന്നെ കാണുമ്പോൾ എന്നുള്ളതാണ് ആ വാർത്തയുടെ പ്രാധാന്യം. ഇനിയെന്നുള്ളത് ശ്രീനാരായണ ഗുരു ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്നലെ ഡൽഹിയിൽ വലിയ പരിപാടി നടന്നു. പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുത്തു. അദ്ദേഹം മലയാളത്തിൽ പ്രസംഗിച്ചു. ആ വാർത്തയും എല്ലാ പത്രങ്ങളും ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. ജന്മഭൂമി മാത്രമാണ് അത് ഒന്നാം പേജിൽ വലിയ വാർത്തയായി നൽകിയിട്ടുള്ളത്. മറ്റു പത്രങ്ങളെല്ലാം അത് ഒന്നാം പേജിൽ ചിത്രങ്ങൾ സഹിതം കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ജന്മഭൂമി ഗുരുദേവ ഗാന്ധിജി സമാഗമം ഭാരതത്തിന് ഊർജ്ജ സ്രോതസ്, അത് ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കം. അത് മാതൃഭൂമിയിലേക്ക് മനോരമയിലേക്ക് പോയാൽ മനോരമ ആ വാർത്ത ഒന്നാം പേജിൽ നൽകി എന്നുള്ളതിനപ്പുറത്തേക്ക് വാർത്തയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നരേന്ദ്രമോദി ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയാണെന്നും മഹാത്മാഗാന്ധിയുടെ ആത്മപ്രതീകമാണെന്നും ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് അധ്യക്ഷൻ സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. ആ പരിപാടിയിൽ പറഞ്ഞ ഞാൻ ഒന്നും കൂടി വായിക്കാം. നരേന്ദ്രമോദി ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയാണെന്നും മഹാത്മാഗാന്ധിയുടെ ആത്മപ്രതീകമാണെന്നും സ്വാമി സച്ചിദാനന്ദ ഇന്നലെ അവിടെ പറഞ്ഞു. അതൊരു വലിയ വാർത്താ കണ്ടന്റ് ആയതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞു പോകുന്നത്. മനോരമയാണ് ആ വാർത്ത ഒന്നാം പേജിൽ നന്നായി നൽകിയിട്ടുള്ളത്. മറ്റുള്ളവരെല്ലാം ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത്. പ്രധാനമന്ത്രി വരുന്നതും കൈകൂപ്പുന്നതും ഈ എല്ലാവരും ചേർന്ന് സ്വീകരിക്കുന്നതും ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ആ വാർത്തയുടെ പ്രാധാന്യം മനോരമ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഒന്നാം പേജിൽ നൽകുന്നു. സച്ചിദാനന്ദയുടെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ പ്രസക്തമാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊന്ന് ചെറിയ വാർത്തകളിലേക്ക് കൂടി വേഗം പോയി വരാം. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം വളരെ പെട്ടെന്നാണ് ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അത് പക്ഷേ വളർന്ന് വലുതാകുന്നു. നമ്മുടെ വിമാന അപകടം തന്നെയാണത്. വിമാന അപകടത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എവിടെയും ഒന്നും എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളത് വേണം കാണാൻ. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് DGCA, കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള DGCA അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്വേഷണം നടത്തുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ വിമാനത്താവളങ്ങൾ, സാധാരണ നമ്മുടെ നാട്ടിലെ റോഡുകളെക്കുറിച്ചാണ് ഇത്തരം കുറ്റങ്ങൾ പറയാറുള്ളത്. വിമാനത്താവളങ്ങളുടെ തമാശ, അത് മനോരമ അത് 11-ാം പേജിൽ നല്ലൊരു തലവാചകമായി നൽകിയിട്ടുണ്ട്. മാഞ്ഞ വര തേഞ്ഞ ടയറും മാഞ്ഞ വരയും. വിമാനത്തിൻ്റെയും കാര്യമാണ് ഈ പറയുന്നത്. വിമാനത്താവളങ്ങളിൽ ഗുരുതര പിഴവുകൾ കണ്ടെത്തി DGCA നടത്തിയ പരിശോധനയിൽ നമ്മൾ ഓർക്കണം, ആകാശയാത്രയാണ് ഏറ്റവും സുരക്ഷിതമെന്ന് വിദേശ രാജ്യങ്ങളടക്കം പഠനങ്ങളടക്കം തെളിയിച്ചിട്ടുള്ളതാണ്. ആ ആകാശയാത്രയെക്കുറിച്ചാണ്, നമ്മളുടെ ഇന്ത്യയിലെ ആകാശയാത്രയെക്കുറിച്ചാണ് ഈ പറയുന്നത്. തേഞ്ഞ ടയറും മാഞ്ഞ വരയും, അങ്ങനെയാണ് ഇപ്പോൾ വിമാനങ്ങളുടെ യാത്രയെക്കുറിച്ച് പറയുന്നത്. ഇതേ വാർത്ത മാതൃഭൂമി നൽകിയിട്ടുണ്ട്. മാതൃഭൂമി 10-ാം പേജിൽ ആ വാർത്ത നൽകിയിട്ടുണ്ട്. മാതൃഭൂമി കുറച്ചും കൂടി ഇതിനെ പരിഹസിക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ എന്നാൽ പോലും വിമാനങ്ങളിലും വിമാനത്താവളങ്ങളിലും വീഴ്ചകളുണ്ട്, പരിഹരിക്കണമെന്ന് DGCA. ഏതാണ്ട് 7ഓളം പ്രശ്നങ്ങൾ കണ്ടെത്തിയ വീഴ്ചകളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് മനോരമയുടെ തമാശയാണെങ്കിൽ പോലും മാതൃഭൂമി സീരിയസ് ആക്കിയിട്ടുണ്ട്. വിമാനത്തിൻ്റെ അറ്റകുറ്റപ്പണിയിൽ വർക്ക് ഓർഡർ കൃത്യമായി പാലിക്കുന്നില്ല, എഞ്ചിനീയർമാർ സുരക്ഷാ മുൻകരുതൽ എടുക്കുന്നില്ല, വിമാന സിസ്റ്റത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ടെക്നിക്കൽ ലോഗ് ബുക്കിൽ രേഖപ്പെടുത്തുന്നില്ല. അങ്ങനെ ഗുരുതരമായ പിഴവുകൾ കണ്ടെത്തിയതായി മാതൃഭൂമി പറയുന്നുണ്ട്. മിക്കവാറും എല്ലാ പത്രങ്ങളും ഉൾപേജിലൊക്കെ നൽകിയിട്ടുണ്ട്. ഞാൻ ഈ രണ്ട് പത്രങ്ങളും വിശദമായി പറഞ്ഞു പോവുകയാണ്. മറ്റൊന്ന് നിലമ്പൂരിലെ തോൽവിയും നിലമ്പൂരിലെ ജയവും. രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കും ഇടത് വലത് മുന്നണികൾ LDFനും UDFനും വലിയ രാഷ്ട്രീയ ബോധം നൽകുന്ന കാര്യമാണത്. അതിനെക്കുറിച്ച് വേഗം പോയാൽ, കാരണം തോൽവി CPMനെ സംബന്ധിച്ചും LDFനെ സംബന്ധിച്ചും വലിയ പാഠമാണ്. അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ പിഴച്ചത് എവിടെയെന്ന് പഠിക്കാൻ CPM സാധാരണഗതിയിൽ ഏത് തോൽവിയെക്കുറിച്ചും പഠിക്കാൻ CPM തൊട്ടടുത്ത ദിവസങ്ങൾ ശ്രമിക്കാറുണ്ട്, പിന്നീടും ശ്രമിക്കാറുണ്ട്. ആ ശ്രമം തുടരുകയാണ്. നേതൃയോഗങ്ങളിലേക്ക് CPM കടക്കുകയാണ്. അത് മനോരമ നൽകിയിട്ടുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് മടങ്ങുകയാണ് കോൺഗ്രസ്. കാരണം വിജയം നൽകിയത് വലിയ ഊർജ്ജമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് രണ്ടും ക്ലബ്ബ് ചെയ്ത് ഒറ്റ വാർത്തയായി മനോരമ നൽകിയിട്ടുണ്ട്. വിജയം നൽകിയ ഊർജ്ജം നിലനിർത്തും, തദ്ദേശ തിരഞ്ഞെടുപ്പ് ഒരുക്കത്തിലേക്ക് മടങ്ങുകയാണ് കോൺഗ്രസ്. സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമുള്ള കാര്യമാണ്, വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ് എന്നുള്ളതുകൊണ്ട് അവിടേക്ക് മടങ്ങുന്നു. മാതൃഭൂമി ആ വാർത്തയിൽ സ്വാഭാവികമായും CPM എന്തായാലും പരാജയം പഠിക്കുമെന്ന് മാതൃഭൂമിക്ക് അറിയാം. പക്ഷേ അതുകൊണ്ട് മാതൃഭൂമി UDFിലേക്കാണ് പോയത്. അൻവറിനെ തഴഞ്ഞ് മറ്റ് കക്ഷികളെ ലക്ഷ്യമിട്ട് UDF. അൻവർ ഇങ്ങനെ പടിവാതിൽക്ക് നിൽക്കുകയാണ്. ഏതാണ്ട് 20,000-ഓളം വോട്ട് നേടി കരുത്ത് തെളിയിച്ച അൻവറാണ്. അപ്പോൾ പക്ഷേ അതുകൊണ്ട്
അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ല. അൻവറിനെ തടയുന്നു, മറ്റ് കക്ഷികളെ ലക്ഷ്യമിട്ട്, അതായത് LDF-നകത്ത് ചില കക്ഷികളുണ്ട്, ആ കക്ഷികളെ കൂടി ലക്ഷ്യമിട്ടുകൊണ്ട് UDF-നെ വിപുലീകരിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് മാതൃഭൂമി പറയുന്നത്. അതെന്തായാലും ഒരു വലിയ വാർത്തയാണ്. കാരണം ലോക്കൽ ബോഡി ഇലക്ഷനിലേക്ക് പോകുമ്പോൾ, തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും അൻവറിനെ തടയുന്നു എന്നുള്ളത് വലിയ വാർത്തയാണ്. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടി. കഴിഞ്ഞൊരു 2 വർഷത്തിനിടയിൽ നമ്മളുടെ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ, ഈ മന്ത്രവാദത്തിനെതിരെ നിയമം കൊണ്ടുവരും എന്ന്, ആഭിചാരത്തിനെതിരെ നിയമം കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെ ഹൈക്കോടതി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യം ചോദിച്ചപ്പോൾ സർക്കാരിൻ്റെ മറുപടി ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല, ആലോചിക്കുന്നേ ഇല്ല എന്നാണ്. അത് മാതൃഭൂമി 10-ാം പേജിൽ വളരെ നല്ല വാർത്തയെ നൽകിയിട്ടുണ്ട്. മന്ത്രവാദവും ആഭിചാരവും അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഞങ്ങൾ ആലോചിക്കുന്നു എന്നാണ് സർക്കാരിൻ്റെ മറുപടി. ഇപ്പോഴും ആലോചിക്കുന്നേ ഉള്ളൂ എന്നുള്ളത് വലിയ രസകരമായ കാര്യമാണ്. വലിയ അഭിമാനത്തോടെ മന്ത്രവാദത്തിനൊക്കെതിരെ നമ്മുടെ ഇലന്തൂരിലെ നരബലിക്കാലത്താണ് ഈ വാർത്ത ആദ്യം വന്നത്. പത്തനംതിട്ടയിലെ ഇലന്തൂരിലെ നരബലിക്കാലത്താണ് ഈ വാർത്ത ആദ്യം വന്നത്. സർക്കാർ അതിൽ നിന്ന് പിൻവാങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വാർത്തയെ പറയാൻ കഴിയുന്നത്. ഇനി ഒരു കാര്യം കൂടി നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയുന്നു. അത് മനോരമ 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. ട്രെയിൻ യാത്രാ നിരക്ക് കൂട്ടുന്നുണ്ട്. ചെറിയ വർധനയാണ്, എന്നാൽ പോലും ഇത് ആളുകളെ സ്വാഭാവികമായും ബാധിക്കും. പാസഞ്ചറിലും സബർബൻ ട്രെയിനിലൊന്നും ഇല്ല എങ്കിൽ പോലും ദീർഘദൂര യാത്രകൾ, AC യാത്രകൾക്കൊക്കെ ആ വർധന നിലവിൽ വരും. അത് മനോരമ 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രസ് സ്റ്റോപ്പ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ബിനിൽ, താങ്ക് യു. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് വളരെ വിശദമായി എല്ലാ വാർത്തകളും പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുള്ളത്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരമാവധി പത്രങ്ങളിലൂടെ പോവുകയും പരമാവധി വാർത്തകൾ, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ, കൗതുകമുള്ള വാർത്തകൾ, പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട വാർത്തകൾ, പത്രങ്ങൾ എങ്ങനെ കവർ ചെയ്തു എന്നതിൻ്റെ വിശകലനം ഉൾപ്പെടെ വളരെ വിശദമായി ശ്രീജിത്ത് ബാലകൃഷ്ണൻ നടത്തിയിരിക്കുകയാണ്.